ഡൽഹി മാൽവ്യ നഗറിലുണ്ടായ തീപിടുത്തത്തിന് പിന്നാലെ സംസ്ഥാനത്തെ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും അഗ്നിസുരക്ഷാ സംവിധാനങ്ങളുടെ പരിശോധന നടത്താൻ ഉത്തരവിട്ട ലഫ്റ്റനന്റ് ഗവർണർ. തീപിടുത്തത്തിൽ മരിച്ച 21 പേരിൽ 18 പേർ വിദേശികളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇതിൽ 16 പേരെ മാത്രമാണ് തിരിച്ചറിയാൻ സാധിച്ചത്. അഗ്നിസുരക്ഷാ വിഭാഗത്തിന്റെ അംഗീകാരമില്ലാത്ത ഹോട്ടൽ നടത്തിയ ലവ്കേഷ് ബജാജ് ഒളിവിലാണ്. നരഹത്യ കുറ്റം ചുമത്തി കേസെടുത്ത പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ്. മരണപ്പെട്ടവരിൽ 18 പേരും വിദേശികളാണ്. ഇന്ത്യയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ഇവർക്ക് സംഭവിച്ച ഈ അപകടത്തിൽ ഇപ്പോൾ എംബസികളുമായി ബന്ധപ്പെടുകയാണ് ഇന്ത്യൻ ഭരണകൂടവും. ഇവരുടെ മൃതദേഹം ജന്മനാട്ടിലേക്ക് എത്തിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഇന്ത്യ മുൻഗണന നൽകുന്നത്. അതേസമയം 21 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ് ഡൽഹി പോലീസ്. പ്രധാനമായും ഈ റെസ്റ്റോറൻറ്റിൽ നിന്നുണ്ടായ തീപ്പൊരി അല്ലെങ്കിൽ ആ ഒരു തീപിടുത്തം ഈ ഹോട്ടലിന് മുൻവശത്ത് സ്ഥാപിച്ചിരുന്ന പ്ലാസ്റ്റിക് പാനലുകളിലേക്ക് അതിവേഗം പടർന്നു കയറിയതാണ് തീ അതിവേഗത്തിൽ മുകളിലേക്ക് എത്താൻ കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ ഹോട്ടലിലെ ഒരു മുറിക്ക് പോലും കൃത്യമായ എയർ സർക്കുലേഷൻ അല്ലെങ്കിൽ വായുസഞ്ചാരം ഉണ്ടായിരുന്നില്ല എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലവ്കേഷ് ബാലാജി എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഹോട്ടൽ. ഇയാളെ കൂടാതെ മറ്റ് 2 പേർ കൂടി ഇതിൽ പങ്കാളികളാണ്. ഇവർ ഈ സംഭവം നടന്നയുടൻ തന്നെ ഒളിവിൽ പോയിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇവർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇവരെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. പോലീസ് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി തുടരുന്നുണ്ട്. 41 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. സ്വകാര്യ ആശുപത്രിയിലും ഡൽഹി എയിംസിലുമായി കഴിയുന്ന ഇവരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. കൂടുതൽ ആളുകൾക്കും പരിക്കേറ്റത് ഇത്തരത്തിൽ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കെട്ടിടത്തിന് പുറത്തേക്ക് ചാടിയതുകൊണ്ടാണ്. ആദ്യഘട്ടത്തിൽ ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് അധികൃതരെത്താൻ താമസിച്ചു എന്ന പരാതിയും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഈ തീപിടുത്തമുണ്ടായ ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ സമീപത്തുണ്ടായിരുന്ന ആളുകളാണ് ബെഡുകളെല്ലാം താഴെ നിരത്തിയിട്ടുകൊണ്ട് അവർ താഴേക്ക് ചാടുമ്പോൾ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് ഡൽഹിയിലുടനീളം അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കാനുള്ള ശ്രമം ആരംഭിക്കുകയാണ്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൻ്റെതാണ് തീരുമാനം. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിക്കുകയും ഈ ബാധിക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും അനുശോചനം അറിയിച്ചു. ക്യാമറാമാൻ ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.